الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقه. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ കഅബ എന്ന വിഷയമാണ് സൂറത്തു ആലു ഇംറാനിലെ നമ്മൾ ഓതിവച്ച ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി 3 ആഴ്ചകളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് താൽക്കാലികമായി ഇതിന്റെ ചർച്ച ഇവിടെ അവസാനിക്കും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉംറയും കഴിഞ്ഞു വന്നതിന്റെ ശേഷം വീണ്ടും നമുക്ക് തുടങ്ങാവുന്നതാണ്. അതിന്റെ ഇടയിൽ ക്ലാസ് നടക്കും എന്ന വിവരവും നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആ ഒന്നാമത്തെ
ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗത്താണ് നമ്മുടെ ചർച്ചയുള്ളത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കറത മുബാറക. അല്ലാഹു തആല ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒന്നാമത്തെ വീടാണ് കേട്ടോ പരിശുദ്ധ കഅബാലയം എന്ന് അല്ലാഹു തആല പറയാണ്. ജനങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് സ്ഥാപിച്ച ആദ്യത്തെ വീടാണ് കഅബ ശരീഫ്. അത് തന്നെ മുബാറക്കൻ, ബറക്കത്തുള്ള വീടാണത്. വഹുദൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കും മാർഗദർശനം നൽകുന്ന വീടാണത്. ജനങ്ങൾക്ക് ബറക്കത്തിനും ഹിദായത്തിനും വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ ഒന്നാമത്തെ വീട് അതാണ് പരിശുദ്ധ കഅബ എന്നാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞില്ല. ആ കഅബയുടെ ബറക്കത്ത് എന്താണ്, ആ രാജ്യത്തിന്റെ ബറക്കത്ത് എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരൻ അബ്ദുറഹീം എന്ന് പറയുന്ന കൂട്ടുകാരൻ മക്ക വിട്ട് കഅബ വിട്ട് ഹറം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മക്കയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി എഴുതിയ ഒരു കത്താണ് നമ്മൾ രണ്ടാഴ്ചയും വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ ആഴ്ചയും അതിന്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. കത്തിന്റെ ആദ്യ ഭാഗം വിശുദ്ധ ഖുർആനിൽ കഅബയെക്കുറിച്ചും മക്കയെക്കുറിച്ചും പറഞ്ഞ വിവിധ ആയത്തുകളായിരുന്നു എഴുതിയത്. അത് കേട്ടപ്പോഴേ തന്നെ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഇത് എന്തൊരു ലോകമാണ്! പടച്ചവനെ, ഈ ഒരു വീട്ടിൽ എനിക്ക് എത്താൻ പറ്റുമോ? ആ കഅബയുടെ ചില്ല പിടിച്ചിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ ജനിച്ചു വീണ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ജനിച്ചു വീണപ്പോൾ നമ്മൾ ആദ്യം കേട്ട വാക്കതാണ്. അന്ന് മുതൽ മനസ്സുകൊണ്ട് റബ്ബിനെ അന്വേഷിക്കുന്നു. ആ റബ്ബിന്റെ വീട്ടിലൊന്ന് അണയാനുള്ള ഭാഗ്യം കിട്ടുക. അള്ളാന്റെ വീട് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഭവനം, അതിന്റെ മുറ്റത്തൊന്ന് ചെല്ലാൻ പറ്റിയ നമ്മുടെ ആവശ്യങ്ങൾ എന്തുണ്ടോ അത് ആ വീട്ടിന്റെ ചില്ല പിടിച്ച് തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് റബ്ബിനോടൊന്ന് പറഞ്ഞ റബ്ബ് തട്ടൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പോകാൻ തീരുമാനിച്ചവരുണ്ട്. ഇനിയും ക്ലാസ്സിലുള്ള നമ്മളൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മുസ്ലിങ്ങളും അള്ളാഹുവിന്റെ വീടിന്റെ മുറ്റത്തൊന്ന് അണയണമെന്ന് കൊതിക്കുന്നവരാണ്. ഒരു പ്രത്യേകത, എന്ത് ക്രൂരത നമ്മളോട് ചെയ്തവരാണെങ്കിലും ഒരു കാലത്തും ഇനി ഞാൻ അവനോട് മിണ്ടൂല, തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞ ആളാണ്. സ്വന്തം വീട്ടു പഠിക്കൽ വരുന്ന സമയത്ത്, വീട്ടുമുറ്റത്ത് കയറി വരുന്ന സമയത്ത് നമ്മൾ അവനെ ആട്ടിവിടൂല. അല്ലെ? മാന്യന്മാരുടെ സ്വഭാവമാണ്. മാന്യന്മാരല്ലാത്തവർ സ്വാഭാവികമായും എവിടെന്നും ആട്ടും. മാന്യന്മാരാണോ സ്വന്തം വീട്ടു പഠിക്കൽ നിന്ന് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ആട്ടിവിടൂല, മാന്യമായി സ്വീകരിക്കും. മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കും. സ്വന്തം പുരക്കല് വന്നിട്ട് നമ്മളോട് മാപ്പ് ചോദിച്ചാൽ ആരാ കൊടുക്കാത്തവര്? നല്ല മനുഷ്യന്മാരൊക്കെ കൊടുക്കും. എങ്കിൽ അക്രമുൽ അക്രമീനായ റബ്ബിന്റെ പഠിക്കൽ കയറി ആ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ റബ്ബേ, എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയി, വന്നുപോയി, സംഭവിച്ചുപോയി, നീ എന്നോട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നോക്കാതിരിക്കോ? അള്ളാഹു അതിന് അവസരം നൽകട്ടെ. അള്ളാഹു അതിന് അവസരം നൽകട്ടെ. പടപ്പട റബ്ബ് അതിന് നമുക്ക് അവസരം നൽകട്ടെ. പിന്നീട് ഹദീസുകളിൽ മക്കയെക്കുറിച്ചും കഅബയെക്കുറിച്ചും പറഞ്ഞ ബഹുമാനങ്ങളിലേക്കാണ് രണ്ടാമത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ കത്തിലൂടെ കടന്നു വരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഒന്ന് തുടക്കം കുറിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ ആ നല്ല വാക്ക്, അതില് തിരുനബിക്ക് മക്കയോടുള്ള സ്നേഹം ശരിക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഈ നാട്ടുകാര്
എന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പോകുകയായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രംഗം. ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു സംശയം ചോദിച്ചു. അദ്ദേഹം ഓൺലൈനിലൂടെ പ്രഭാഷണം കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുവിച്ചു, ഓടിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൈര്യമില്ലാതെയാണോ ഭീരുവായിട്ടാണോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്? അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഈ ഒരു വാക്കിൽ നിന്ന് അങ്ങനെ കിട്ടുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. ആ മറുപടി അദ്ദേഹം കേൾക്കുകയും അദ്ദേഹത്തിന് അതിൽ സംതൃപ്തി വരികയും ചെയ്തു. അതായത് അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവർ ഇഖ്റാജ് ചെയ്തിട്ടുണ്ട്, പുറപ്പെടുവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും പറഞ്ഞയച്ചിട്ടുണ്ട് മദീനയിലേക്ക്. പക്ഷേ നബി തങ്ങള് ഒരിക്കലും ഭീരുവായി പേടിച്ചിട്ട് പോയതല്ല. നമ്മൾ തമ്മിൽ പ്രശ്നം വേണ്ട, നമ്മൾ തമ്മിൽ ചോര തീരേണ്ട കാര്യമില്ല. എന്റെ ഈ പ്രസ്ഥാനവുമായിട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലേ? ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടോളണമെന്നാണോ നിങ്ങൾ നിർബന്ധിക്കുന്നത്? എങ്കിൽ അതും വേണമെങ്കിൽ ചെയ്തോളാം, അതും വേണമെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാം, ഒരു പ്രയാസവുമില്ല. എന്നാലും എന്റെ ആദർശം സംരക്ഷിക്കലാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. പേടിച്ചിട്ട് പോയി എന്ന് പറയാൻ ഒരു ന്യായവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എപ്പോഴും കൂടെയുണ്ടാകുന്ന അബൂബക്കറിന് റളിയല്ലാഹു അൻഹു പോലും ഒറ്റയ്ക്ക് നിന്നിട്ട് അബൂജഹലിനെയും ടീമിനെയും മൊത്തം വെല്ലുവിളിച്ച സംഭവങ്ങളൊക്കെ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചത്. നബി തങ്ങൾക്ക് ധൈര്യത്തിലൊട്ടും കുറവില്ല, ഒരു കുറവുമില്ല. പിന്നെ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തീരുമാനിച്ചതാണ് ഈ യാത്ര. മുൻ വേദങ്ങളിലൊക്കെ ഹിജ്റയെ പറ്റി പറയുന്നുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിക്ക് താമസിക്കാനുള്ള വീട് പോലും മദീനത്ത് റെഡിയായിരുന്നു. അപ്പൊ പോക്ക് നിർബന്ധമാണ്. പക്ഷേ ആ പോക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, നബി തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുവിച്ച് കളഞ്ഞവർ, പറഞ്ഞയച്ചവർ എന്ന ഒരു കുറ്റത്തിന്, അങ്ങനെ ഒരു തോന്നിയാസത്തിന് ഈ ശത്രുക്കൾ നേതൃത്വം കൊടുക്കുക എന്നത് പടച്ചോന്റെ തീരുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചവർ എന്ന നീചകൃത്യം ചെയ്തവരായിരിക്കണം ഇവർ. ഇവളല്ലേ അവർ മോശക്കാരാകുന്നത്. പറഞ്ഞു വന്നതിന്റെ ആകത്തുക, നബി തങ്ങള് പോയതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചതും കൂടെയാണ്. പോയതാണെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ട് പോയതല്ല എന്നുള്ള അർത്ഥത്തിനാണ്. അതേസമയം പറഞ്ഞയച്ചതാണ് എന്ന് പറയുന്നത് നബി തങ്ങളോട് ഇവർ അത്രയും വലിയ ക്രൂരത ചെയ്തെന്ന് വരാനുമാണ്. അത് രണ്ടും അവിടെ നടന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത് മക്കയോടുള്ള ആ മഹബ്ബത്താണ്. മക്ക എത്രമാത്രം നബി തങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പറഞ്ഞ വാക്ക്. ഇനി അടുത്തത് ദുഹിയത്തിൽ من مكة فمدها الله من تحتها فسميت أم القرى قال رسول الله. അള്ളാന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു വാക്ക് ഹസനുൽ ബസ്രി എഴുതുകയാണ്. ഭൂമിയെ പരത്തപ്പെട്ടിരിക്കുന്നത്, ഭൂമിയെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിയെ പരത്തപ്പെട്ടു പറഞ്ഞാൽ ഭൂമി ഉരുണ്ടിട്ടല്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് പ്രത്യേകം മനസ്സിലാക്കാണ്. ഭൂമിയെ സംവിധാനിക്കപ്പെട്ടത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഉരുണ്ട വലിയ ഒരു ഗോളമാണ് ഭൂമി.
വലിയ ഒരു ഗോളമാണ് ഭൂമി, ഉരുണ്ട വലിയ ഒരു ഗോളം. റാസിമാമ് പറഞ്ഞതുപോലെ വലിയ ഒരു പന്തിന്റെ മുകളിൽ ഒരു ഉറുമ്പിനെ കയറ്റിയിട്ട് ഈ പന്ത് ഉരുണ്ടിട്ടോ പരന്നിട്ടോ എന്ന് വെച്ചാൽ ഉറുമ്പിന്റെ ലോകം അത് പരന്നിട്ടാണ്. കാരണം ഈ പന്തിൽ എവിടെ കറങ്ങിയാലും ഉറുമ്പിന്റെ കണ്ടെത്താ ദൂരത്തേക്ക് അത് മുഴുവനും പരന്നു കിടന്നു. ഞമ്മക്ക് പന്ത് മൊത്തം കാണുന്നതുകൊണ്ട് ആ ഉരുണ്ടിട്ടാന്ന് തിരിഞ്ഞത്. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഉദാഹരണം അതാണ് ഈ പറഞ്ഞതിന്റെ നമ്മൾക്ക് ജീവിക്കാനും നമുക്ക് താമസിക്കാനും ഒക്കെ പറ്റാവുന്ന പരപ്പ് ഈ വലിയ ഭൂഗോളത്തിനുണ്ട്. ഏതായാലും ഭൂമിയെ പരത്തപ്പെട്ടു, അത് സംവിധാനിക്കപ്പെട്ടത് മക്കയിൽ നിന്നാണ് ഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ മക്ക ഭൂമിയുടെ പൊക്കിളാണ്. മക്ക ഭൂമിയുടെ പൊക്കിളാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ മക്കയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചത്. അല്ലാഹു തആല സംവിധാനിച്ചത്, നീട്ടിയത്, അതിനെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മക്കൾക്കൊരു പേരുണ്ട്. എന്താണ് മക്കയുടെ പേര്? ഉമ്മുൽ ഖുറാ, രാജ്യങ്ങളുടെ മാതാവ്. രാജ്യങ്ങളുടെ മാതാവ്, രാജ്യങ്ങളുടെ മാതാവ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയുടെ പൊക്കിൾ കൊടിയുമായിട്ടായിരുന്നു നമ്മുടെ ബന്ധം. ആ ഉമ്മയുടെ പൊക്കിൾ കൊടിയുമായിട്ടായിരുന്നു നമ്മുടെ ബന്ധം അല്ലെ? ആ ബന്ധം വിച്ഛേദിച്ചാണ് നമ്മളെ ഉമ്മാനെ രണ്ടാക്കിയത്. ഉമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറഞ്ഞ് രണ്ടാക്കിയത് പിന്നെയായി. എന്നതുപോലെ എല്ലാ രാജ്യങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് ഉമ്മുൽ ഖുറാ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ അമ്മ, രാജ്യങ്ങളുടെ ഉമ്മ, രാജ്യങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു പൊക്കിൾ കൊടിയിൽ നിന്നാണ്. അപ്പൊ ഭൂമിയുടെ പൊക്കിളേതാണ് അത് മക്കയാണ്. അവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളെ അല്ലാഹു പഠിച്ചു കൊണ്ടുവന്നത്. ആദ്യം മക്കയാണ് സൃഷ്ടിക്കുന്നത്, അവിടെ നിന്നാണ് ബാക്കിയുള്ളത് സൃഷ്ടിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറാ എന്ന് പറയുന്നത്. ലോകത്തിന്റെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ കേന്ദ്രം, രാജ്യങ്ങളുടെ കേന്ദ്രം അത് മക്കയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് അങ്ങനെ ഒരു പേര് വന്നത്, ഉമ്മുൽ ഖുറാ. ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നത് കാണാം. ഉമ്മുൽ ഖുറാ എന്ന പേര് വരാൻ കാരണം അവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങളുടെയും സൃഷ്ടിപ്പ് തുടങ്ങിയത്. അവിടെ നിന്നാണ് സർവ്വ രാജ്യങ്ങളുടെയും ഉത്ഭവം. ആ നിലക്ക് ഉമ്മാന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധിയുണ്ടെങ്കിലും എന്തൊരു പ്രയാസമുണ്ടെങ്കിലും എല്ലാവരും ഓടി ചെന്ന് അഭയം ചെയ്യുന്നത് ഉമ്മയുടെ മടിത്തട്ടിലാണ്. ഉമ്മയുടെ മടിത്തട്ടിലാണ് എന്നതുപോലെ കഅബ, ആ കഅബത്തിന്റെ അടുത്ത് എന്ത് പ്രയാസങ്ങളും നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ സങ്കടങ്ങളുടെ, നമ്മുടെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു വെക്കാം, ചെയ്യാം. ഉമ്മുൽ ഖുറയാണ്. ആ മടിത്തട്ടിലല്ലാതെ എവിടെയാ അഭയം? അതുകൊണ്ട് മക്കയിലെ പരിശുദ്ധ കഅബയില് നമ്മള് ആ കഅബയുടെ ധാരത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും കിട്ടുന്നുള്ള ക്യാൻസർ സുഖപ്പെട്ടു പോയ യാത്രക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഉറപ്പാണ്, വിഷയത്തിന്റെ ഉറപ്പാണ്. അല്ലെങ്കിൽ ഈമാനാണ് ഇതിലൊക്കെ പ്രധാനം. ഈമാനുണ്ടോ നടക്കും, അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ നടക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് നടന്ന ഒരു ഉദാഹരണങ്ങളോട് പറയാണ്, ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം. ഞാന് ചെറുവാടിയിൽ പ്രഭാഷണം നടത്തുമ്പോൾ മത്സ്യവയറ്റിലെ പ്രവാചകൻ എന്ന തലക്കെട്ടിൽ ഒരു പ്രഭാഷണം ഒരു ദിവസം യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നടത്തി. അന്ന് ഞാൻ അവിടെ വെച്ചൊരു ഹദീസ് ഓതി, റസൂലുള്ളാഹിയുടെ ഹദീസ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ഒരു മനുഷ്യൻ ഒരു രോഗാവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ അയാളുടെ രോഗം സുഖപ്പെടും, അല്ലെങ്കിൽ അയാള് ഷഹീദിന്റെ കൂലിയും നേടി ആ രോഗത്തിൽ മരിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി
നബിതങ്ങൾ പറഞ്ഞതാണ്. ഇത് കേട്ടിട്ട് അന്ന് രാത്രി ഒരാൾ പോയിട്ട്, അന്ന് രാത്രിയാണ് ഒരാൾ പോയിട്ട് അയാൾക്ക് വർഷങ്ങളായി നിലനിൽക്കുന്ന വലിയൊരു പ്രയാസം, റുക്കു ചെയ്യാൻ കഴിയില്ല, സുജൂദ് ചെയ്യാൻ കഴിയില്ല, വലിയ വേദനയാണ്. അയാൾ എന്നോട് പറഞ്ഞു, കണ്ണും മുറുക്കി ചില്ലി അങ്ങ് ചെയ്യല. അത്രയും വലിയ വേദന കൊണ്ട് വർഷങ്ങളായി ഊരവേദനയാണ്, നടുവേദന. ഇത് കേട്ടപ്പോ അയാളോട് ഉറപ്പിച്ചു, എന്റെ മുത്തുനബിയല്ലേ ഈ പറഞ്ഞത്, പരിഹാരം ഉണ്ടാകും. നട്ടപ്പാതിരാക്ക് എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ചൊല്ലിയ ഈ ദിക്ർ, ആ ചരിത്ര സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇദ്ദേഹം 40 വട്ടം കരഞ്ഞുകൊണ്ടങ്ങ് ചൊല്ലി. അങ്ങ് കിടന്നു എഴുന്നേറ്റപ്പം ഈ രോഗം മുഴുവനും പമ്പ കടന്നിരിക്കുന്നു. ഒരനക്കമില്ല. അയാൾ പിറ്റേന്ന് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു സാധേ, ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം രക്ഷപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഈ വിവരം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോ പറഞ്ഞത്രേ, അങ്ങനുണ്ടോ ഇയാൾ, അങ്ങനുണ്ടോ? എന്നാ ഞാനും ഒന്ന് ചൊല്ലിയൊക്കെ, എനിക്കൊണ്ടൊരു വേദന മാറുകയാണെങ്കിൽ മാറി കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, അത് മാറണമെങ്കിൽ പ്രശ്നമാണ്, പ്രയാസമാണ്. കാരണം അത് ഈ പറഞ്ഞ ഉറപ്പില്ല. ഇയാൾ ഉറപ്പോടുകൂടി ചെയ്തതാണ്, മറ്റേയാൾ ഉറപ്പോടുകൂടിയല്ല ചെയ്തത്. മാറുകയാണെങ്കിൽ മാറി കിട്ടട്ടെ, അത് ഉറപ്പുള്ള പോക്കല്ല, അതത്ര മാറിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് ഇത് ഇയാളുടെ ഈമാനാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോനിൽ പുറത്തെ വിശ്വാസം. ഈ പറഞ്ഞതൊക്കെ കിട്ടണമെങ്കിൽ അത് വേണം. ഇത് പടച്ചോന്റെ വീടാണ്. ഇവിടുന്ന് ഞാൻ എന്ത് ചോദിച്ചാലും പടച്ചോൻ തരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് പ്രതിസന്ധിയുള്ളവർ ഈ തവണയും ഞാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ വരുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, സക്കരിയ നബിയുടെ, യഹ്യാ നബിയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, എല്ലാവർക്കും ചോദിക്കാൻ പറ്റിയ നല്ല സുന്ദരമായ സ്ഥലം, പടച്ചോനോട് പറയാൻ പറ്റിയ സ്ഥലം, അതാണ് മക്കയുമായി ബന്ധപ്പെട്ടും കിടക്കുന്നത്. പിന്നീട് മദീനത്തെത്തുമ്പം വേറെ. നമ്മളിപ്പോ വിഷയതായത് മാത്രം പറയുന്നു. ഇനി മക്കയിൽ നിന്നാണ് ഭൂമിയുടെ തുടക്കം എന്നാണല്ലോ ഈ ഹദീസിൽ പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മുൽ ഖുറ എന്നതിന് പേര് വിളിച്ചു. അതുപോലെ ആ മടിത്തട്ടിൽ അഭയം തേടുന്നത് കൊണ്ടും ഉമ്മുൽ ഖുറ എന്ന് പറയാം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരികയാണ് ഈ മടിത്തട്ടിലേക്ക്. ഉമ്മാന്റെ മടിത്തട്ടിലേക്ക് തിരിച്ചു വരും പോലെ അവിടെ കിടന്ന് ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന് ആർത്താല് കാര്യമുണ്ട്. ഉമ്മാന്റെ കോന്തലക്കല്ലുള്ളതൊക്കെ ഉമ്മ അഴിച്ചു തരും. അതാണ് അതിന്റെ സ്വഭാവം. അവസാനത്തെ കാശും നമുക്ക് കിട്ടും. ഉമ്മ ഒന്നും എടുത്തു വെക്കൂല. എന്നതുപോലെ പരിശുദ്ധ മക്കയിൽ വന്നിട്ട് സങ്കടം പറഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി വീണ്ടും എഴുതി, വഅവ്വലു ജബലിൻ ഖുദിഅ ഫിൽ അർളി അബൂ ഖുബൈസ്. ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച പർവ്വതം അബൂ ഖുബൈസാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അബൂ ഖുബൈസ് പർവ്വതം അതിന്റെ തൊട്ടടുത്താണ്. അബൂ ഖുബൈസ് പർവ്വതം അതിന്റെ തൊട്ടടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്ന് പറഞ്ഞാൽ പഴയ കൊട്ടാരം, ഇപ്പോഴത്തെ കൊട്ടാരം നിലനിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തു കൂടെയാണ് നടന്നിങ്ങനെ അങ്ങോട്ട് പോകുക. അവിടെയായിരുന്നു അബൂ ഖുബൈസ് പർവ്വതം. ഇത് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള പർവ്വതമാണ്. പർവ്വതത്തിന്റെ പേരാണ് ഈ പറഞ്ഞത്. ജബൽ അബീ ഖുബൈസ് ആണ്. വഅവ്വലു മൻ ഖാഫ ബിൽ ബൈത്തി അൽ മലായിക. കഅബാലയം ആദ്യമായി തവാഫ് ചെയ്തത് മലക്കുകളാണ്. കഅബാലയം ആദ്യമായി തവാഫ് ചെയ്തത് മലക്കുകളാണ്. അതുകൊണ്ടാണ് ഇന്ന അവ്വല ബൈത്തിൽ മുദിയ ലിന്നാസ്. ആദം നബി ഉള്ളപ്പോൾ തന്നെ ഇതുണ്ട്. മലക്കുകളാണ് അതിന്റെ ആദ്യത്തെ നിർമ്മാണം നടത്തിയത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. قبل أن يخلق الله تعالى آدم عليه السلام بألف عام. ആദം നബി അലൈഹിസ്സലാം ആദം നബിയെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ കഅബാലയം തവാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആദം നബിയുടെയും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ്. ആ വീടാണ് ഇപ്പോൾ പോയിട്ട് നമ്മളിങ്ങനെ കാണുന്നത്.
ആ ചരിത്രമൊക്കെ ഒന്ന് ഓർത്തിട്ട് ആ വീടിന്റെ പഴക്കത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ. വീണ്ടും എഴുതുന്നു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വകുല്ലു നബിയ്യിൻ മിനൽ അംബിയാ ഇദാ കദ്ദബഹു ഖൗമുഹു ഖറജ മിൻ ബൈനി അംഹുരിഹിം ഇലാ മക്ക. ഏതൊരു നബിയെയും ആ നബിയുടെ സമൂഹം കളവാക്കി തള്ളിപ്പറയുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ അവരൊക്കെ അഭയം പ്രാപിച്ചത് അന്ന് മക്കയിലേക്കായിരുന്നു. ഏതൊരു നബിയും. കാരണം നേരത്തെ പറഞ്ഞു ഉമ്മുൽ ഖുറയിലേക്കാണ് പോകാനുള്ളത്. ഉമ്മുൽ ഖുറയിലേക്കല്ലാതെ എന്താ പോകുന്നത്? അങ്ങോട്ടാ പോകുന്നത്. ഉമ്മത്തിനെ വിട്ടു വന്ന ഏതൊരു നബിയും മക്കയിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് പരിശുദ്ധ കഅബയുടെ അടുത്ത് വെച്ച് അല്ലാഹുവിനെ ആരാധിച്ചു. മരണം വരുന്നത് വരെ അവിടെ ആരാധിച്ചു കൂടി. അതുകൊണ്ട് തന്നെയാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുറഹീം നിങ്ങൾക്കറിയോ ഒരു അത്ഭുതം? നിങ്ങൾക്കറിയോ? വഇന്ന ഹൗലൽ കഅബതി ഖബറ 300 നബിയ്യിൻ. കഅബയുടെ ചുറ്റും 300 നബിമാരുടെ ഖബറുണ്ട്. കഅബക്ക് ചുറ്റും 300 നബിമാരുടെ ഖബറുണ്ട്. ആ ഖബർ എവിടെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ ചുറ്റും എന്ന് പറഞ്ഞത് മതാഫിന്റെ ഉള്ളിൽ തന്നെ വേണമെന്നൊന്നുമില്ല ചുറ്റും എന്ന് പറയാൻ. ഏതുപോലെ നമ്മളിപ്പോ ഖുദ്സിനെ പറ്റി കേൾക്കാറുണ്ട്, മസ്ജിദുൽ അഖ്സയെ കുറിച്ച് കേൾക്കാറുണ്ട്. ഖുർആൻ പറഞ്ഞു ബാറക്നാ ഹൗലഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റും മഹാന്മാരുടെ ഖബറുകൾ കൊണ്ട് ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഈ ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റും അതിന് മാത്രം ഖബറൊന്നും നമ്മൾ പോയി നോക്കിയാൽ കാണില്ല. പക്ഷെ എന്തുണ്ട്? ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരു 10-25 കിലോമീറ്ററിന്റെ ഉള്ളില് ഒരുപാട് മഹാന്മാർ. ഹൗൽ എന്ന് പറയാൻ അത് മതി. ഹൗൽ എന്ന് പറയാൻ ഇതിന്റെ ചുറ്റും എന്ന് പറയാൻ അത് അവിടെ നബിമാരും ഔലിയാക്കളും മഹാന്മാരും നമ്മൾ സിയാറത്ത് ചെയ്യുന്നവരൊക്കെ അവിടെയാണല്ലോ. ഈ ഹൗൽ എന്ന് പറഞ്ഞാൽ നേരെ മുറ്റത്ത് തന്നെ വേണമെന്ന് അതിനർത്ഥമല്ല, മുറ്റത്തും ഉണ്ടാവാം. ഈ പരിശുദ്ധ കഅബക്ക് ചുറ്റുമുണ്ട് എത്രയാ? 300 നബിമാരുടെ മഖ്ബറകളുണ്ട് അവിടെ. എന്താ കാരണം? എല്ലാരും അവസാനം അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. റുക്നുൽ യമാനിയുടെയും റുക്നുൽ അസ്വദിന്റെയും ഇടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മതാഫിലാവാം, ദൂരസ്ഥലങ്ങളിലാവാം, അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആവാം. ഏതായാലും അതിന്റെ ഇടയിൽ തന്നെ 70 നബിമാരുടെ എത്ര ചെറിയ ഗ്യാപ്പുള്ളത്. റുക്നുൽ യമാനിയും അതിലുള്ള സൂര്യ കിടക്കുന്ന മുലയും തമ്മിൽ അതിന്റെ ഇടയിൽ തന്നെ 70 നബിമാരുടെ ഖബറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവരൊക്കെ വിശപ്പ് കാരണം മരിച്ചു പോയ നബിമാരും കൂടെയായിരുന്നു. കുല്ലുഹും ഖതലഹും ജൂഅ്. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രബോധനം ചെയ്ത് അങ്ങനെ കഴിഞ്ഞവർ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബർ, ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ, അത് ഹിജ്ർ ഇസ്മായിലിലാണുള്ളത്. ഹിജ്ർ ഇസ്മായിലിലാണുള്ളത്. ഫിൽ ഹിജ്ർ ഇസ്മായിലിലാണുള്ളത്. തഹ്തൽ മീസാബ്, സ്വർണ്ണപ്പാത്തിയുടെ ചുവട്ടിൽ. കടത്തുന്ന അങ്ങനെ കാണാൻ കഴിയും, ചെന്നാൽ കാണാൻ കഴിയും. ചെന്നവർക്കൊക്കെ പോയവർക്കൊക്കെ അറിയാം. സ്വർണ്ണപ്പാത്തിയൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടാവും. അതിന്റെ ചുവട്ടിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറും ഉമ്മ ഹാജർ ബീവിയുടെ ഖബറുള്ളത്. ഈ മഹാന്മാരൊക്കെ അവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ മഹാന്മാരുടെ മഖ്ബറകൾ തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ വലിയ ബഹുമാനം. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് പറയുന്നത് 70 ബദരീങ്ങളെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഹസനുൽ ബസ്രി തങ്ങളുടെ കത്താണ്. അദ്ദേഹത്തിന്റെ കത്തിന്റെ പേര് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ കത്തിന്റെ പേര് തന്നെ ഫളാഇലു മക്ക എന്നാണ്. കേവലം ഒരു കത്തല്ല, ഇതൊരു കിതാബാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്ത ഹദീസ് പറയുന്നത്, സമയം വൈകുന്നുണ്ട്, പെട്ടെന്ന് ചുരുക്കാണ്, ഇന്നത്തോടുകൂടെ അടുത്ത ഹദീസ് പറയുന്നത് മദീനത്ത് വെച്ച് നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുമെന്ന് പറഞ്ഞു. എന്നാലോ മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് മറ്റു പള്ളികളില്
മറ്റു പള്ളികളിൽ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന കൂലിയാണ്. മദീനത്തിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ, മക്കത്ത് 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന കൂലിയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് എല്ലാത്തിനും ഈ ഇരട്ടിക്കലുണ്ട്. എല്ലാ സംഗതിക്കും ഇരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയാണ്. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 1,00,000 അൽഹംദുലില്ലാഹ് പറഞ്ഞ കൂലിയാണ്. നമ്മളെ ജീവിതത്തില് 50,000 രൂപയോ 1,00,000 രൂപയോ അല്ലെങ്കിൽ 3,00,000 രൂപയോ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ വേണ്ടി നീക്കി വെക്കുമ്പോൾ ഇതൊരു നഷ്ടാണോ? ഒന്നാലോചിച്ച് നോക്ക്. ഒന്നൊറ്റക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. എവിടെ 1,00,000 സുബ്ഹാനല്ലാഹ് ശരിക്കും മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുക? ഒറ്റ തവണ പറഞ്ഞാൽ അപ്പോ ഒരു 10,000 തവണ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ ചെല്ലാലോ. വേറെ പണിയൊന്നുമില്ലല്ലോ, അവിടെ വേറെ ഷോലുമില്ല. കാരണം എല്ലാ സംഗതികളും നാട്ടിൽ മടക്കി വിട്ട് പോയതാ, വിവാദത്തിനായിട്ട് പോയതാ. പരമാവധി ഉപകാരപ്പെടുത്തിക്കൂടെ? ഒരൊറ്റ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയാണ്. അവിടെ ഒരു ചർച്ചയും കൂടെ ഉണ്ട്. ഒരു തെറ്റ് ചെയ്താൽ ഇതുപോലെ 1,00,000 തെറ്റായിട്ട് ഇരട്ടിക്കുമോ? ഹറമിന്റെ ഉള്ളിൽ വെച്ച് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇരട്ടിക്കുമെന്നാണ്. ഒരു ഗീബത്ത് പറഞ്ഞാൽ 1,00,000 ഗീബത്ത് പറഞ്ഞ ശിക്ഷയും ചെയ്യും. പക്ഷെ പ്രബലമായ അഭിപ്രായം തെറ്റിരട്ടിക്കൂല, നന്മ മാത്രമേ ഇരട്ടിക്കൂ എന്നാണ് പ്രബലമായ. എന്നാലും മറ്റേ അഭിപ്രായം പറഞ്ഞത് വലിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും അവിടുന്ന് പറയാറുണ്ട്, ഇവിടെ വെറുതെ പടായി പറഞ്ഞിരിക്കണ്ട. ഇത്രയും കാശ് മുടക്കി വന്നിട്ട് ഇവിടെ വന്നിട്ട് പോലും ഗീബത്തും നമീമത്തും കളവും ഒക്കെ എന്തോ ഒരു രസാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഹജ്ജിലും ഉംറയിലും ഒക്കെ തൊട്ടടുത്ത റൂമിലെ ചർച്ചയൊക്കെ ഇങ്ങനെ കേട്ടാൽ ബോധം കിട്ടും. ആ ജാതി ചർച്ചയാ. ഇത്രയും പൈസ മുടക്കിയിട്ട് വന്നിട്ടേ, ഇത്രയും പൈസ മുടക്കി വന്നിട്ട് വേറെ ഒരു ചർച്ചയില്ല. വെറും തോന്നിയാസങ്ങൾ പറഞ്ഞ് ഗീബത്തും നമീമത്തും ആരാന്റെ കുറ്റവും പറഞ്ഞ് അങ്ങനെ സമയം കളയും. പരമാവധി പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവുന്ന എനിക്ക് തോന്നുന്നത്. പരിചയമുള്ളവരാകുമ്പോൾ ഈ പഴങ്കഥ പിന്നെ പറയാം. അപ്പോഴാണ് ഇത് കൂടുതൽ പറയാം. മിനയിൽ ഇരുന്നിട്ട് മരുമക്കളുടെ കുറ്റം പറയുന്ന അമ്മായിമ്മമാരുടെ കുറ്റം പറയുന്ന മരുമക്കൾ ഒക്കെ മിനയിലെ തമ്പിൽ നിന്ന് അടുത്ത തമ്പിൽ നിന്ന് ചർച്ചകൾ ഇപ്പുറത്തേക്ക് കേൾക്കും. ആ വിധത്തിൽ ദിക്റിലും സ്വലാത്തിലും ദുആയിലും ഒഴുകേണ്ടതിന് പകരം അതുപോലെ തന്നെ ആലിമീങ്ങളെ തെറി പറയുന്നവർ, സാധാത്തുക്കളെ തെറി പറയുന്നവർ എവിടെ മിനയിലിരിക്കുമ്പോൾ, അറഫയിലിരിക്കുമ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹറമിനകത്ത് വെച്ച് നമ്മള് ഒരു തെറ്റ് ചെയ്താൽ 1,00,000 തെറ്റായി ഇരട്ടിക്കുമെന്ന അഭിപ്രായം, മുഴുത്തമതായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം ഇരട്ടിക്കൂല എന്നാണ്. അത് നന്മ തിന്മകളോടുള്ള അള്ളാഹുവിന്റെ സമീപനത്തിന്റെ വ്യത്യാസമാണ്. അള്ളാഹു എപ്പോഴും റഹ്മാനാണ്. അതുകൊണ്ടാണ് നന്മ ഇരട്ടിപ്പിക്കുന്നതും തിന്മ ഇരട്ടിപ്പിക്കാതിരിക്കുന്നതും. എന്നാലും ശ്രദ്ധിക്കണം. അള്ളാഹു കാക്കട്ടെ. അപ്പൊ പരമാവധി നന്മകൾ അധികരിപ്പിക്കുക. അതുകൊണ്ടാണ് ചിലര് ഒരു സമയവും നഷ്ടപ്പെടുത്താതെ ഹറമുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് കൂടുന്ന കുറെ ആളുകളുണ്ട്. പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇനി അബ്ദുറഹീം ഭൂമുഖത്തൊരു സ്ഥലവും കേട്ടോ, ഭൂമുഖത്തൊരു സ്ഥലവുമില്ല. എത്ര? 120 റഹ്മത്ത് ദിനേന ഇറങ്ങുന്ന ഒരു മുറ്റവും വേറല്ല. 120 റഹ്മത്ത് ഒരാൾക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടിയും 120 റഹ്മത്ത് ഓരോ ദിവസവും ആ മുറ്റത്തേക്ക്, ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താണ് റസൂലുള്ളാഹിന്റെ വാക്ക്? ഇതൊക്കെ ഹദീസാണ്. ആ ഹദീസൊക്കെ വെച്ചിട്ട് അബ്ദുറഹ്മാൻ എന്നവരെ ഉപദേശിക്കുകയാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഭൂമുഖത്തൊരു സ്ഥലം ഇങ്ങനെ വേറല്ല മോനെ. ആ മുറ്റത്തേക്ക് ദിവസേന 120 റഹ്മത്ത് ഇറങ്ങുന്നുണ്ട് അള്ളാന്റെ അടുത്ത്. അതില് 120 റഹ്മത്ത് ഇറങ്ങിയാല് 120 അനുഗ്രഹങ്ങൾ ആ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടിയാണ്
അതിലെ 60 എണ്ണം തവാഫ് ചെയ്യുന്നവർക്കാണ്. ഒരു തവാഫ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ 7 വട്ടം കഅബാലയം ചുറ്റുമ്പോഴാണ് ഒരു തവാഫ്. ഒരു തവാഫ് ചെയ്താൽ 60 കൂലി തവാഫ് ചെയ്യുന്നവർക്ക് കിട്ടി. 40 എണ്ണം നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. കഅബയുടെ അടുത്ത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ് 40. ഇപ്പൊ എത്രയായി? 100 അല്ലേ? ഇനി 20 എണ്ണം ബാക്കിയുണ്ട്. പിന്നെ 20 എണ്ണം കഅബയെ നോക്കിയിരിക്കുന്നവർക്കുള്ളതാണ്. ഒന്നും ചെയ്യണ്ട, കഅബയെ നോക്കിയിരുന്നാൽ 20 റഹ്മത്ത് കിട്ടും. എന്താ ഇത് ഇങ്ങനെ വിഭജിക്കാൻ കാരണം? 120 റഹ്മത്ത് ഓരോരുത്തർക്കും മതാഫിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് 60 എണ്ണം തവാഫ് ചെയ്യുന്നവർ. അതെന്താ അങ്ങനെ കൊടുക്കാൻ കാരണം? അത് തവാഫ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ തവാഫ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അല്ല വിചാരിച്ചാൽ പെട്ടെന്നാണ് കഴിയൂല. 7 വട്ടം ചുറ്റി കഴിയുമ്പോഴൊക്കെയാണ്. ഇതിന് 60 ഒന്നും കിട്ടിയാൽ പോലെ 120 തന്നെ വേണമെന്ന് പറഞ്ഞു. അത് തവാഫ് ചെയ്തു. അപ്പൊ തവാഫിനാണ് കൂടുതൽ ഭാരം. അതുകൊണ്ട് അതിന് 60. പിന്നെ തവാഫിന്റെ ശേഷമുള്ള നിസ്കാരവും മറ്റു നിസ്കാരങ്ങളും. നിസ്കരിക്കുന്നതിന് കഅബന്റെ അടുത്ത് നിസ്കരിക്കുന്നതിന് 40. നിസ്കാരത്തിന് 40, തവാഫിന് 60. 20 നോക്കിയിരിക്കില്ല. എന്തിനാ? തവാഫ് നിസ്കാരം അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. ആകെ തളർന്നു. അപ്പൊ ഒന്നും വേണ്ട, നല്ല വ്യക്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് കഅബ ഇങ്ങനെ ശരിക്ക് കാണാനില്ല. എവിടെ ഇരുന്നാലും കാണാൻ പറ്റും. മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലിരിക്കുക, അല്ലെ മത്താഫിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തിരിക്കുക, സ്ഥലം കിട്ടിയാൽ. എന്നിട്ട് കഅബ ഇങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ഓർത്തിട്ട് കഅബനെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നാൽ ആ കഅബന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ 20 കോടി വെറുതെ പോക്കറ്റിലിടാം. അള്ളാന്റെ നോക്കിയാൽ സംഗതിയാണ് കഅബത്തിന്റെ മുഖത്തേക്കും ഉമ്മാന്റെ മുഖത്തേക്കും മുസാഹിബിലേക്കും. അതിനൊന്നും നോക്കിയാൽ തന്നെ ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒന്ന് നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ എത്ര പേര് ഈ ഹജ്ജിന്റെ കൂലി വാങ്ങാറുണ്ട്? എത്ര പേര് ഈ ഹജ്ജിന്റെ കൂലി വാങ്ങാറുണ്ട്? ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒന്ന് നോക്കിയാലുള്ള അവസ്ഥയാണ്. ഒരു ഹജ്ജിന്റെ കൂലിയാണ്. ഹജ്ജ് എന്നല്ല പറയാം, ഹജ്ജത്തും മബ്റൂറാന്ന. നമ്മൾ ഹജ്ജ് ചെയ്താൽ മബ്റൂറാകുമെന്ന് ഉറപ്പില്ല, സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല. സ്വീകരിച്ച ഹജ്ജിന്റെ കൂലിയാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുക, കഅബയിലേക്ക് നോക്കുക, മുസ്ഹഫിലേക്ക് നോക്കുക, ഗുരുമുഖത്തേക്ക് നോക്കിയാലും കൂലിയുണ്ട്. അതിനൊക്കെ കൂലിയുണ്ടെന്നാണ്. ഇത് മൂന്നും പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഉമ്മ, കഅബ, മുസ്ഹഫ്. ഇത് മൂന്നും എടുത്തു പറഞ്ഞതാണ്. പറയാൻ ഇത് വിട്ട് നിങ്ങൾ എവിടുക്കാ പോകുന്നത്? അബ്ദുറഹീം ചോദിക്കുക. പിന്നെ ഇയാൾ ഇനി പോകുമോ? നിങ്ങളെ ചിന്തിച്ചു. ഇയാൾ ഇനി എന്തുണ്ടെങ്കിലും കഅബ വിട്ട് പോകില്ല. കാരണം ആ ജാതി കത്തല്ലേ എഴുതിയത്. കഅബയിലേക്ക് നോക്കുന്നത് തന്നെ ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ നദറ ഇലാ ബൈത്തില്ലാഹി ഈമാനൻ വഹ്തിസാബൻ വതസ്ദീഖാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ഈമാനോടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. വഹ്സിറ യൗമൽ ഖിയാമത്തി മിനൽ ആമിനീൻ. അല്ലാഹു നിർഭയരുടെ പേടിയില്ലാതെ ധൈര്യത്തോടെ മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരുന്നവരുടെ കൂട്ടത്തിലായി ഇവനെ കൊണ്ടുവരിക. കഅബയെ നോക്കിയിരുന്ന മനുഷ്യനെ കഅബാലയത്തിന്റെ ആളുകളെ അല്ലാഹു നാളെ നിർഭയരാക്കും. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത് ചോദിക്കുകയാണ്. കഴിഞ്ഞു. ഒറ്റ സംഭവം കൂടെ കൂട്ടത്തിൽ പറഞ്ഞ് നമ്മളെ ആയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. وما على وجه الأرض بلدة يستجاب فيها الدعاء في 15 موضعا. 15 സ്ഥലങ്ങളിൽ ദുആ ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം ഭൂമുഖത്ത് മക്കയല്ലാതെ വേറെ ഇല്ല. ഹസനുൽ ബസരി പറയാം, ഈ മക്കത്ത് നിങ്ങൾ എവിടുക്കാ പോകുന്നത്? 15 സ്ഥലങ്ങളിൽ ദുആ ഉത്തരം ഉറപ്പാ. അവിടെ കയ്യാണ്
അത് മർദൂദാവൂല, തള്ളപ്പെടൂല. ഏതാണ് 15 സ്ഥലത്ത് ദുആക്ക് ഉത്തരവുണ്ട് എന്ന് പറഞ്ഞത്? അത് മക്കയാണ്. ഒന്ന് ജൗഫുൽ കഅബ, കഅബയുടെ ഉള്ളിൽ, കഅബയുടെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്താൽ അതിന് പുണ്യമുണ്ടാകും. അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട നമ്മുടെ യൂസുഫുൽ സിലാനി തങ്ങൾക്ക് 2 തവണ അതിന് അവസരം കിട്ടിയിട്ടുണ്ട്. കഅബയുടെ ഉള്ളിൽ കയറാൻ, കഅബ കഴുകൽ ചടങ്ങോടുകൂടിയാണ് അതിന് അവസരം കിട്ടുക. ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുന അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പല ആളുകൾക്കും അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴായി വളരെ കുറഞ്ഞ ആളുകൾ, അത്രേ കഴിയുള്ളൂ, എല്ലാവർക്കും കഴിയൂല. സാധാരണക്കാർക്കൊക്കെ ഇപ്പൊ കഅബത്തിന്റെ ഉള്ളിൽ പോയി കയറണം എന്ന് പറഞ്ഞാൽ ആർക്കും നടക്കൂല. അത് അല്ലാഹു പ്രത്യേക അനുഗ്രഹിച്ചവർക്ക് മാത്രമേ കഴിയൂ. കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. എന്നാൽ പാവങ്ങളായ നമുക്കും വേണ്ടേ അതിനൊരു അവസരം? അത് അല്ലാഹു അവിടെ വെച്ചിട്ടുണ്ട്. അല്പം ഒന്ന് ക്ഷമിച്ചാൽ അതിന് അവസരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തേ കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി അന്ന് മക്കം ഫതഹിന്റെ അന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നു. അതിലൊക്കെ തുറന്നു, ഉള്ളൊക്കെ വൃത്തിയാക്കി. വല്ലാത്തൊരു ദിവസമാണല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിസ്കരിച്ചു. കയറി നിസ്കരിച്ച് നബി തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എല്ലാവരും കയറുന്നുണ്ട്, നിസ്കരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവിടുത്തെ പ്രിയപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ഓടി വന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി മുത്തുനബിയുടെ നേരെ, നബിയേ ഞാനും ഒരു 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഒന്നങ്ങ് സയസൂ നബിയേ. കൈ ഇങ്ങനെ എന്തിനാ കൈ നീട്ടി കൊടുക്കുന്നത്? ഒരാൾ പിടിച്ചെങ്കിനെ കയറാൻ പറ്റുള്ളൂ, അത്ര ഉയരത്തിലാവാതെ. വെറുതെ വണ്ടി കയറാൻ പറ്റുന്ന രൂപത്തിലല്ല, ഓടിക്കയറാൻ പറ്റില്ല. കഅബത്തിലേക്ക് കയറ്റിക്കൊടുത്തെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കോണി വെക്കണം, അതില്ലെങ്കിൽ കയറ്റിക്കൊടുത്തെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ കൈ ഇങ്ങനെ നീട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂലിനറിയാം എത്രയോ മുഅ്മിനീങ്ങൾ എല്ലാവരും കഅബത്തിനുള്ളിൽ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ ബീവിക്ക് മാത്രം അവസരം കൊടുത്താൽ അത് വേറെയും വർത്തമാനത്തിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഫിൽ ഹിജ്ർ ഫഇന്നഹാ മിനൽ കഅബ, സ്വല്ലി ഫിൽ ഹിജ്ർ ഫഇന്നഹാ മിനൽ കഅബ. എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ ഹിജ്ർ ഇസ്മായിലിൽ പോയി നിസ്കരിച്ചോ, അത് കഅബയുടെ ഉള്ളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം അത് നേരത്തെ കഅബത്തിന്റെ ഉള്ളായിരുന്നല്ലോ. പിന്നെ ഹലാലായ കല്ലും മെറ്റീരിയൽസും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അത് വളർത്ത് കെട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടുത്ത തറയനുസരിച്ച് കെട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മള് ആ കെട്ടിന്റെ ഉള്ളിൽ കാണുന്ന സ്ഥലം കൂടെ കഅബാലയമായിട്ട് വരണം. അതിനു മാത്രം ഹലാലായ അതിൽ വെക്കാവൂ, കല്ലേ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് കല്ലിന്റെ കുറവ് കൊണ്ടാണ് സത്യത്തിൽ, മെറ്റീരിയൽസിന്റെ കുറവ് കൊണ്ടാണ് സത്യത്തില്, പൈസന്റെ കുറവ് കൊണ്ടാണ് അത് ചുരുക്കി കെട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ആ നിർമ്മാണത്തിന് നബി ആയിട്ടില്ല. 40 വയസ്സാകുന്നതിന് മുമ്പാണ് കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. അന്ന് ഖുറൈശികൾ കാണിച്ച സൂക്ഷ്മതയായിരുന്നു അത്. ഖുറൈശികൾ കാണിച്ച സൂക്ഷ്മതയായിരുന്നു. ഏതായാലും അത് വലിയൊരു അനുഗ്രഹമായി. പാവപ്പെട്ട ഞമ്മക്കൊക്കെ കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ ഇന്ന് ഇസ്മായിലേ ഉള്ളൂ. ആ കഅബത്തിന്റെ ഉള്ളാണ് സത്യത്തിൽ. അത് കഅബത്തിന്റെ ഉള്ളിൽ പെട്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് അയ്മല് തൊട്ടാൽ തവാഫ് ബാത്തിലാവെന്ന് പറയാൻ കാരണം. എന്തില്ലേ അയ്മലൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ പോവാ ചെയ്യുക, അറിയാത്തോല. അതെ, അതുമേൽ തുടരുത്, കഅബ തുടരുത് എന്ന് പറഞ്ഞു ഇത്ര മാറ്റി വെച്ചാലും പിന്നെയും കാണാം അയ്മലൂടെ അങ്ങോട്ട് കൈ വെച്ചിട്ട് അപ്പുറത്തും കൂടെ ചുമരുമ്പോ പിടിച്ചിട്ട് ഇങ്ങനെ പോകും. അത് എത്ര 1-2 തവണയൊക്കെ പറഞ്ഞു കൊടുത്താലും ഇങ്ങോട്ട് ശരിയാവില്ല. പിന്നെയും അതിലേക്ക് തന്നെ പോകും. കഅബ തൊടാതെയാണ് എപ്പോഴും തവാഫ് ചെയ്യേണ്ടത്. തവാഫ് ബാത്തിലാക്കി കളയുന്ന പരിപാടി എന്തായാലും എടുക്കാൻ പാടില്ല. പഴയ ഹിജ്ർ ഇസ്മായിൽ കഅബന്റെ ഉള്ളിൽ പെട്ടതായതുകൊണ്ട് ആ തറയിൽ അത് ചുമരാണ്. ആ ചുമര് കഅബയുടെ ചുമരാണ്. സത്യത്തില് തുടരുത് നല്ലത്. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും നമ്മുടെ കൂടെ വരുന്നവർ ശ്രദ്ധിക്കണം. ഞാൻ പറയും അവസരോചിതം ക്ലാസിൽ നിന്നും മറ്റുമൊക്കെ ആ വിഷയം പറയും. പറഞ്ഞു വന്നത് കഅബയുടെ ഉള്ളിൽ വെച്ച് ദുആഉണ്ട്. അപ്പൊ ഹിജ്ർ ഇസ്മായിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഅബയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞത് ഔദ്യോഗിക ഉള്ളിൽ എന്ന് പറഞ്ഞത് ഹിജ്ർ ഇസ്മായിൽ അല്ല, കഅബയുടെ ഉള്ളിൽ തന്നെ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾക്കൊക്കെ ഒരു അവസരത്തിന് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ വെച്ച് ദുആന്റെ അവസരം ഉറപ്പാണ്. അത് ഔദ്യോഗിക ഉള്ളിൽ. ഇനി എന്താണ്? ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് ദുആ ചെയ്താൽ അതിപ്പോ ഇന്ന് പുറത്താണെങ്കിലും അത് അകത്തായിരുന്നു. അതെൽക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് ദുആ ചെയ്താൽ ദുആ ഉത്തരമുണ്ട്.
അപ്പൊ ഹിജ്ർ ഇസ്മായിൽ ഇന്ന് കാണുന്നത് പുറത്തായതുകൊണ്ട് ചർച്ചയിൽ അങ്ങനെ വന്നുള്ളൂ. ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് ദുആക്ക് ഉത്തരവുണ്ട്, റുക്നുൽ യമാനിയുടെ അടുത്ത് നിന്ന് ദുആക്ക് ഉത്തരവുണ്ട്, ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് ദുആക്ക് ഉത്തരമുണ്ട്, ഇബ്രാഹിം മഖാമിന്റെ പറകിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ട്, മുൽതസമിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ട്. മുൽതസം എന്ന് പറഞ്ഞ സ്ഥലം ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം. ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള, അതുകൊണ്ട് അവിടെ ഒരു തിരക്ക് നേരെ കൂടുതൽ കാണും. പോയവർക്ക് ഓർമ്മയുണ്ടാവും. മുൽതസം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം വാക്കിന്റെ അർത്ഥം കെട്ടിക്കിടക്കുന്ന സ്ഥലം, പറ്റിപ്പിടിച്ച് കിടക്കുന്ന സ്ഥലം. അവിടുന്ന് പോകൂല മുസ്ലിമീങ്ങൾ. തെറ്റും കുറ്റവും ചെയ്ത പാവങ്ങൾ കരഞ്ഞ് പിടിച്ച് അവിടെ ഉണ്ടാവും. കാരണം അവിടെ ദുആക്ക് ഉത്തരം ഉറപ്പുള്ള സ്ഥലം. അതുകൊണ്ടാണ് മുൽതസമിൽ ഇങ്ങനെ കൂടുന്നത്. ഇൽതസമാന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറ്റിപ്പിടിക്കുക, പറ്റിപ്പിടിച്ചങ്ങട്ട് കൂടുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് വിട്ടൊഴിഞ്ഞാൽ പോകില്ല. അതുകൊണ്ട് വേറെ എവിടെ അത്ര തിരക്കുണ്ടാവില്ല. മുൽതസമിൽ വല്ലാത്ത തിരക്കായിരിക്കും. മുൽതസമിൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇബ്രാഹിം മഖാമിന്റെ പറകിൽ വെച്ച് ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇബ്രാഹിം മഖാം ആ സില്ലിന്റെ കൂട്ടില്. അതുപോലെ തന്നെ ബിഉറു സംസമിന്റെ അടുത്ത് വെച്ച്, സംസം കിണറ്റിന്റെ അടുത്ത് വെച്ച് ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അതുപോലെ സഫാ മർവയിൽ വെച്ച് ദുആക്ക് ഉത്തരം ഉറപ്പാണ്. സഫയിൽ നിന്നും മർവയിൽ നിന്നൊക്കെ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. സഫയിൽ നിന്ന് തുടങ്ങും, മർവയിൽ അവസാനിക്കാൻ കഴിയും. എന്നാൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും പ്രത്യേകം ദുആക്ക് ഉത്തരമുണ്ട്. അതുപോലെ തന്നെ സഫാ മർവക്കിടയിൽ നടക്കുമ്പോൾ ആ നടത്തത്തിലും ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് സഅയിലൊക്കെ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടാ സഅയ്യ ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടാ സഅയ് ചെയ്യാം. മലയാളത്തിലാവാം, അറബിയിലാവാം, നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലൊക്കെ ആവാം. അല്ലാഹുവിനെല്ലാം അറിയാം. ഖൽബ് തുറന്നിങ്ങനെ പറയാം. റുക്നുൽ യമാനിയുടെയും ഇബ്രാഹിം മഖാമിന്റെയും ഇടയിലുള്ള ദുആഇന് ഉത്തരമുണ്ട്. മിനയിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ട്. അത് പിന്നെ ഹജ്ജിലാണ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ അറഫയിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ട്. മശ്അറുൽ ഹറാമിൽ വെച്ച് ദുആക്ക് ഉത്തരമുണ്ട്. ഇങ്ങനെ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരമുള്ളത്, 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരമുള്ള ഒരു മണ്ണുണ്ടെങ്കിൽ അത് മക്ക മാത്രമാണ് കേട്ടോ. 15 സ്ഥലങ്ങളിൽ. ഇതെല്ലാം കൂടെ ഒഴിവാക്കിയിട്ടാണോ നിങ്ങൾ യമനിലേക്ക് പോകുന്നത് എന്ന് മഹാനവറുകളുടെ ചോദ്യം. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതൊഴിവാക്കിയിട്ട് പോകാൻ നിൽക്കണ്ടോ. എന്റെ കൂട്ടുകാരാ, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ലാ യഖ്റുജു മിൻഹാ അഹദുൻ ഇല്ലാ നദിം. മക്കത്ത് നിന്ന് വിട്ടുപോയ ഒരാൾ ഖേദിക്കാതിരുന്നിട്ടില്ല. ഞാന് ഈ പ്രഭാഷണത്തിന്റെ 1-ാം ഘട്ടം തുടങ്ങുമ്പോ പറഞ്ഞിരുന്നു എന്റെ ഒരു സുഹൃത്തിനെ, അയാൾ ഇപ്പോഴും ഖേദം പറയും. അന്ന് ഒരു 10,000 രൂപ ലാഭത്തിന് ദുബൈയിലേക്ക് ചാടി. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. 10,000 രൂപ ലാഭം കിട്ടുന്നതിന് ദുബൈയിലേക്ക് ചാടി. ഇപ്പോഴും അയാൾക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. മക്കയിലേക്കൊന്ന് പോകാനുള്ള കൂടി എന്ന് പറഞ്ഞാൽ മക്കയിൽ പോയി വരണമെങ്കിൽ കിടക്കും പോയി വരാൻ. പക്ഷെ അതല്ല, അവിടത്തേക്കൊന്ന് ജോലി മാറി കിട്ടാൻ, ഈ നഷ്ടം ഒന്ന് നികത്താൻ ഇപ്പോഴും നടന്നിട്ടില്ല. മക്ക വിട്ടോടിയ ആള് ഇന്നുവരെ ഖേദിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന് നിൽക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കത്തിന്റെ അവസാനത്തെ വാക്കിലാണ്, നിങ്ങൾ എങ്ങനെ മക്ക വിട്ടു പോകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, അൽ മുഖാമു ബിമക്കത സഅദ വൽ ഖുറൂജു മിൻഹാ തഖാവ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അവിടെ നിർത്തി, കത്ത് അവസാനിച്ചു. അൽ മുഖാമു ബിമക്കത സഅദ, മക്കയിലെ താമസം അത് സന്തോഷകരമാണ്, വിജയകരമാണ്. വൽ ഖുറൂജു മിൻഹാ, മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോകൽ തഖാവത്തുൻ, പരാജയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് നിൽക്കുന്നിടത്ത് അവിടെ നിന്നോ. വെറുതെ ടെൻഷൻ അടിച്ച് മടുത്ത് മക്ക വിട്ട് പോകണ്ട, നിൽക്കുന്നിടത്ത് അവിടെ നിന്നോ എന്ന് അബ്ദുറഹീം തങ്ങളോട് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഓതി വച്ച ആയത്ത് പൂർത്തീകരിക്കുക. ആ ആയത്ത് പൂർത്തീകരിച്ചാൽ അതാണ് നമുക്ക് സൗകര്യം. അത് ആയത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നിട്ട് അതിന്റെ ബാക്കി പറഞ്ഞാൽ മതി.
ഫീഹി ആയാതും ബയ്യിനാത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഈ മക്കയുടെ ബഹുമാനവും കഅബാലയത്തിന്റെ ബഹുമാനവുമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി പറയുകയാണ്, ഇനി എന്താ ചിന്തിക്കേണ്ടത്? ഫീഹി ആയാതും ബയ്യിനാത്, ഈ കഅബാലയത്തിലുണ്ട് ആയാത്തും ബയ്യിനാത്തുൻ, സുവ്യക്തമായ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. പടച്ചോനുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന തെളിവുകളേറെയുണ്ട് അവിടെ. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം മഖാമുണ്ട് അവിടെ. ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ ഇബ്രാഹിം മഖാമുണ്ട് അവിടെ. ആയാത്തും ബയ്യിനാത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം മഖാമുണ്ട് അവിടെ. ആയാത്തും ബയ്യിനാത്ത് ബഹുവചനാണ് എന്ന് പറഞ്ഞാല് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങള്, അത്ഭുതങ്ങള് ഒരുപാട് കഅബയില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പറ്റ ഒന്നേ പറയണുള്ളൂ, മഖാമു ഇബ്രാഹിം, അതായത് ഇബ്രാഹിം മഖാമുണ്ട്. കാരണം ഇബ്രാഹിം മഖാമു മാത്രം അത് ആയാത്തും ബയ്യിനാത്ത് എന്ന് പറയാൻ പോലുള്ള ഒരു സംഭവമാണ് ഇബ്രാഹിം മഖാം. എന്താണ് ആ സംഭവം? നിങ്ങളൊന്ന് ആലോചിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയ്യെത്തുന്ന ഉയരത്തിലേക്ക് കഅബ അങ്ങനെ നിർമ്മിക്കുമ്പോൾ കല്ല് വെക്കാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കല്ല് വെക്കാൻ കഴിയില്ല. കയ്യെത്തുന്ന ദൂരം കഴിഞ്ഞാൽ പിന്നെ ഉയരട്ടെങ്കിലേ കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നോ രണ്ടോ കല്ലിങ്ങനെ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇത് എത്ര സമയം പോകും? കുറച്ചങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ നല്ല ഉയരത്തിലല്ലേ, കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വെച്ച കല്ലിലേക്ക് കയറണമെങ്കിൽ വേറെ സ്റ്റെപ്പ് വേറെ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ആകെ പണിയോട് പണിയോ. അപ്പൊ അല്ലാഹു തആല ഒറ്റ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് ചെയ്യാവുന്ന ഇബ്രാഹിം ആദ്യമാണ് പഠിക്കാൻ വേണ്ടി ഒരു കല്ലിട്ട, പിന്നെ അതിന്റെ മേലെ വേറെ കല്ലിടാം, അതിന്റെ മേലെ വേറെ കല്ലിടാം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഇട്ടതാ. പക്ഷെ ഒറ്റ കല്ലിട്ടപ്പോ അല്ലാഹു ഇബ്രാഹിം നബിക്ക് വലിയൊരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെടുത്ത് ഈ കല്ലുമലേക്ക് കയറിയാൽ പുതിയ കല്ല് അതിങ്ങോട്ട് എടുത്തിട്ട് മകൻ എടുക്കും, അത് വാങ്ങും, ഇതിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഈ കല്ല് അങ്ങ് പൊങ്ങും. എന്നിട്ട് കൃത്യമായ സ്ഥലത്ത് ആ കല്ല് വെച്ച് പടുത്ത് ഉഷാറായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ കല്ല് കൊടുത്താവും. പിന്നെയും പുതിയ കല്ലെടുത്ത് കല്ലിൽ കയറിയാൽ കല്ലങ്ങ് പൊങ്ങും. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കല്ല് പൊങ്ങുകയും താവുകയും ചെയ്യുകയാണ് ലിസ്റ്റ് സമ്പ്രദായം. ഇന്ന് ബഹുനില കെട്ടിടങ്ങളൊക്കെ പണിയാൻ നോക്കുന്നത് ഇങ്ങനെയാണ്, ഈ സഹായത്താലാണ്. എന്നാൽ സമ്പ്രദായത്തിൽ ഈ കല്ലിങ്ങനെ പൊങ്ങുകയും താവുകയും ചെയ്യുകയാണ്. ആ കല്ല് എന്നും ലോകത്തിന്റെ മുമ്പില് ഒരു തെളിവും ഒരത്ഭുതവുമായി കിടക്കട്ടെ എന്ന നിലക്ക് ഇബ്രാഹിം നബിയുടെ കാൽപാദങ്ങള് അവിടുത്തെ അതിൽ പതിഞ്ഞു. ഇന്നും അത് സംരക്ഷിച്ചിരിക്കുന്നു മുഅ്മിനീങ്ങളെ. ഇപ്പോഴും കഅബത്തിന്റെ മുറ്റത്ത് നമുക്കത് കാണാൻ കഴിയും. കണ്ടവർ ശരിക്കൊന്ന് മനസ്സിൽ ഇങ്ങനെ കാണാം. ആ സ്ഫടിക കൂട്ട, ആ കല്ലിന്റെ കൂട്ടില് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാദം പതിഞ്ഞു കിടക്കുന്നത് ശരിക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുണ്ടായിരുന്നത് കഅബാലയത്തിന്റെ ചുമരിനോട് ചേർന്നായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഈ കല്ല് കഅബാലയത്തിന്റെ ചുമരിനോട് ചേർന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കഅബയുടെ ചുമരിനോട് ചേർന്നായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നെ അതിനെ പിറകോട്ട് വലിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി വെച്ചത് ഉമർ റളിയല്ലാഹു അൻഹു. എന്താ കാരണം? കഅബ ഈ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നാണ് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കേണ്ട അതിന്റെ പിറകിൽ നിന്ന്. അപ്പൊ ഇതിന്റെ പിറകിൽ നിന്ന് ഇങ്ങനെ തവാഫ് നിസ്കരിക്കുമ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് പിന്നെ തവാഫിന് ചാൻസ് ഉണ്ടാവില്ല.
തവാഫ് ചെയ്യുന്നവർ നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ അങ്ങനെ തവാഫ് ചെയ്യേണ്ടി വരും. നിസ്കരിക്കുന്നവരുടെ പിറകിലൂടെ നിസ്കരിക്കുന്നവർ കാരണമായിട്ട് ഇങ്ങനെ തിക്കും തിരക്കിലും പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുന്നവർ നിസ്കരിക്കട്ടെ, അതിന്റെ ഇപ്പുറത്തേക്ക് തവാഫിനൊരവസരം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തവാഫ് ഒരവസരം ഉണ്ടാക്കി. എന്നാൽ ഇന്നിപ്പോ തിരക്കായിട്ട് ഇത് പറിച്ചിട്ട് മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചാലും മതിയാവില്ല. അത് വിചാരിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഏതായാലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മതാഫിന്റെ പകുതി ഭാഗത്തേക്ക് ഈ കല്ല് മാറ്റി വെച്ചത്, പിന്നോട്ട് മാറ്റി സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. റസൂലുള്ളാഹിന്റെ കാലത്തില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തില്ല, അവരുടെ കാലത്തൊക്കെ അത് കഅബയോട് ചേർന്ന് കിടക്കുക. പിന്നെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അത് ഇങ്ങനെ പിറകോട്ട് പിന്തിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഹത്താ അഖറഹു ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ഇമാറത്തിഹി ഇലാ നാഹിയത്തി ശർഖ്, കിഴക്കു ഭാഗത്തേക്ക് അല്പം ബേക്കോട്ട് വെച്ചു തന്റെ ഭരണകാലത്ത്. എന്തിന്? തവാഫുകാർക്ക് സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. തവാഫുകാർക്ക് സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. തവാഫിന് ശേഷം നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇവര് തശ്മീസ് ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ തവാഫിന്റെ ഈ മഖാമു ഇബ്രാഹിമിന്റെ ഈ കല്ല് പുറകോട്ട് വെച്ചത്. واتخذوا من مقام إبراهيم مصلى, ഇബ്രാഹിം മഖാം നിങ്ങൾ മുസല്ലയാക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. നോക്കൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഖാമു ഇബ്രാഹിമിന്റെ അടുത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ മഖാമു ഇബ്രാഹിമിന്റെ ചരിത്രങ്ങൾ ആലോചിച്ചു പടച്ചോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, വവാലിദുൻ വമാ വലദ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യാൻ ഉപയോഗിച്ച ആ വാപ്പയും മോനും ഈ കഅബയുടെ നിർമ്മാണം കഴിക്കുമ്പോൾ നടക്കുമ്പോൾ അവർക്ക് വേണ്ടി സ്വയം പൊങ്ങുകയും താവുകയും ചെയ്ത ഈ കല്ല് റബ്ബേ നീയുണ്ടെന്നതിന്റെ തെളിവാണല്ലോ. മാത്രമല്ല ഫീഹി ആയാതുൻ ബയ്യിനാത്തുൻ എന്നത് വിശദീകരിക്കാൻ നീ ഖുർആനിൽ പറഞ്ഞത് മഖാമു ഇബ്രാഹിം എന്നാണല്ലോ. ഇതെല്ലാം അങ്ങോട്ട് ആലോചിച്ചപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അതിലങ്ങ് ലയിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ എഴുതുന്നത് കാണാം. അവിടുത്തെ തഫ്സീറില് അലൈസ നഖൂമു മഖാമ ഖലീലി റബ്ബിനാ ഇബ്രാഹിം, നബിയെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മഖാമില് ഞങ്ങളൊന്ന് ബഹുമാനത്തോടെ നിന്നോട്ടെ തങ്ങളെ. ഈ ചരിത്രം ഓർത്തിട്ട് മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ ഞങ്ങളൊന്ന് നിന്നോട്ടെ, അതിന്റെ മുമ്പിൽ ബഹുമാനത്തോടെ നിന്നോട്ടെ. നബി പറഞ്ഞു ഓക്കെ നിന്നോളൂ. ഇത് ഓർക്കാനുള്ളത് തന്നെയാണ്, ഇത് ഓർക്കാനുള്ളത് തന്നെയാണ്, ഇത് ബഹുമാനത്തിനും ആദരവിനുള്ളത് തന്നെയാണ്. നിങ്ങൾ നിന്നോളൂ. തടഞ്ഞോ? ഇബ്രാഹിം നബിന്റെ കാലവിടെ പതിനൊന്ന് ശരി തന്നെയാണ്, എന്നാലും അതൊരു കല്ലല്ലേ എന്ന് ചോദിച്ചു റസൂലുള്ളാഹ്? ഇല്ല. ചോദിക്കുന്നതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോഴേക്ക് റസൂലുള്ളാഹി പറഞ്ഞു ബലാ, അതെ ഓക്കെ നിങ്ങൾ നിന്നോളൂ പറയുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരൊക്കെ നിൽക്കാൻ തുടങ്ങി. കുറെ സമയം അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു ബഹുമാനപ്പെടും. ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അഫലാ നത്തഖിദുഹു മുസല്ലാ, നബിയെ തവാഫിന് ശേഷമുള്ള നിസ്കാരം ഞങ്ങൾ ഇബ്രാഹിം മഖാം എന്നാക്കിയാലോ? ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ വെച്ച് ഞങ്ങൾ നിസ്കരിച്ചാലോ? ഇബ്രാഹിം മഖാം ഞങ്ങൾ മുസല്ലയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇത് കുറച്ച് കടുപ്പുള്ള ചോദ്യമാണ്. ആദ്യം ബഹുമാനത്തോടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒന്ന് ആലോചിക്കട്ടെ. കാരണം എന്താ? ഇബ്രാഹിം മഖാമിലെ ഇബ്രാഹിം നബിയുടെ പാദമുദ്ര പതിഞ്ഞിടത്തേക്ക് ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്നാ ചോദിക്കുന്നത്. സുജൂദ് അല്ലാഹുക്കാണ്.
സുജൂദ് അള്ളാഹുവിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ ഈ കല്ലിന്റെ മുമ്പിലേക്ക് സുജൂദ് ചെയ്യട്ടെ എന്നാ ചോദിച്ചത്. ഇവിടെയാണ് വ്യതിയാന ചിന്താഗതിക്കാർ ആലോചിക്കേണ്ടത്, വിദ്അത്തുകാരൻ ആലോചിക്കേണ്ടത്. ആരായി സമ്മതം ചോദിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതിൽ ശിർക്കിന്റെ ഒരു നിഴലെങ്കിലും ഉണ്ടെങ്കിൽ നബി തങ്ങൾ ഉടനെ പറയൂലേ, അയ്യോ എന്റെ ഉമറേ, നിങ്ങളെയൊക്കെ ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ എത്ര പാടുപെട്ടിട്ടുണ്ട്, ശിർക്കിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. എന്നിട്ട് വീണ്ടും ആ ശിർക്ക് ചെയ്യാനായി എന്റെ അടുത്ത് ഒന്ന് സമ്മതം ചോദിക്കുന്നത് ആട്ടിവിടണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? ശിർക്കാണെങ്കിൽ അല്ല, നബി തങ്ങൾ നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് നബി ബലാ പറഞ്ഞു. അതെ, എന്നാ നിസ്കരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അത് ഇബാദത്തിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ നിലപാട് എന്താണെന്നറിയട്ടെ. ഫലം വളരെ കുറഞ്ഞ സമയം പിന്നിട്ടുള്ളൂ. നബി തങ്ങൾ ഇത് പറഞ്ഞിങ്ങനെ നിന്നപ്പോഴേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കണം തങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ ആയത്തിറങ്ങുകയാണ്. നമ്മളെല്ലാം കുതിച്ചെടുത്ത് പലയിടത്തും അങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇബ്രാഹിം മഖാമിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാദമുദ്ര പതിഞ്ഞിടത്തേക്ക് സുജൂദാക്കി അല്ലേ? അതല്ലേ മുഅ്മിനീങ്ങളുടെ സന്തോഷം. മുഅ്മിനീങ്ങളുടെ സന്തോഷം അങ്ങനെ തന്നെ. അതിന്റെ നേരെ ബാക്കിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും അഫ്ളൽ. അല്ലെങ്കിൽ ആ നേർക്ക് എവിടെയെങ്കിലും നിൽക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും ചെയ്യുന്നു. അവിടെ പോയാലും എല്ലാവരും ചെയ്യുന്നു. അല്ലാഹു അഅലം. ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് അവിടെ ചെന്നിട്ട് ഈ സംഗതിയൊക്കെ കേട്ടിട്ടാണെങ്കിൽ അവര് ഇബ്രാഹിം മഖാമെന്ന് നല്ല തവാഫിന്റെ ദിവസമുള്ള നിസ്കാരം തന്നെ വേണ്ട. കാരണം തുമ്യാം തെറിക്കുന്ന മൂക്കാണ് അവരുടെ തൗഹീദിനൊരു ഉറപ്പില്ല. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തുമാണ് നമ്മൾ തൗഹീദ് പഠിപ്പിക്കേണ്ടത്. അവർ പഠിപ്പിച്ച തൗഹീദ് ഇതാണ്. മഹാന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ശിർക്ക് വരൂല. ഇത് അള്ളാഹുവിനെ ബഹുമാനിക്കലാണ് സത്യത്തിൽ. ഈ സുജൂദ് സത്യത്തിൽ അള്ളാഹുവിനാണ്. പക്ഷേ അള്ളാഹു ഉണ്ടെന്നതിന്റെ അടയാളമാണ് മഖാമു ഇബ്രാഹിമെങ്കിൽ ആ മഖാമു ഇബ്രാഹിം മുൻനിർത്തിയിട്ട് പടച്ചവനെ സുജൂദ് ചെയ്യുന്നു. അതായി പരിപാടി. മഖാമു ഇബ്രാഹിം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. പിന്നെ ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞത് എന്തൊക്കെയാ? അവിടെയുള്ള ആയാത്തും ബയ്യിനാത്ത് നേരത്തെ നമ്മൾ പറഞ്ഞുപോയി. കുറെ മുൽതസം, കഅബയുടെ വാതിൽ, മുൽതസം, റുക്നുൽ യമാനി, ഹിജ്ർ ഇസ്മാഈൽ, ഇതൊക്കെ ഈ പറഞ്ഞ ആയാത്തും ബയ്യിനാത്തും പറഞ്ഞ ഇതിന്റെ ചുറ്റുള്ളതാണ്. മഹാന്മാരുടെ മഖബറകൾ ഇതൊക്കെ ഇതിന് ചുറ്റുള്ളതാണ്. സഫയുണ്ട്, മർവയുണ്ട്, ഇവിടെ എണ്ണിയിട്ടില്ല. ഈ ആയാത്തും ബയ്യിനാത്തും ഹജറുൽ അസ്വദുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന. ഹജറുൽ അസ്വദ് വന്നത് സ്വർഗ്ഗത്തിൽ നിന്നാണ്. ആ കല്ല് വന്നത് സ്വർഗ്ഗത്തിൽ നിന്നാണ്. വഹുവ അശദ്ദു ബയാദൻ മിനൽ ലബൻ. പാലിനേക്കാൾ വെളുവെളുത്തതായിരുന്നു ആ കല്ല്. പാലിനേക്കാൾ വെളുത്ത കല്ലായിരുന്നു ഹജറുൽ അസ്വദ് വരുന്ന സമയത്ത്. ഫസവ്വദതുഹു. പിന്നെ ആ കല്ല് ഈ കോലത്തിൽ കറുപ്പിച്ച് കളഞ്ഞത്. ഫസവ്വദതുഹു. ആ കല്ലിനെ കറുപ്പിച്ച് കളഞ്ഞത് ഖതായാ ബനി ആദം. ആദം സന്തതികളുടെ പാപങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. മൂമിനെ ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള അവസരം എത്ര വലുതാ. ഒരു കാര്യം കൂട്ടത്തിൽ പറയുന്നു, ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്, തിരക്കല് ഹറാമുമാണ്. തിരക്കല് ഹറാമാണ്, ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്തുമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലാവരുത്. അതെല്ലാവരും കൂടെ അങ്ങനെ തിരക്കാനായിട്ട് നിയ്യത്താക്കുന്നത് കൊണ്ടാണ്. നേരെ ക്യൂ സിസ്റ്റം പാലിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ പോലീസുകാരൻ അതിന് അവസരം തരും. ഒന്നവരെ അവൻ തന്നെ എടുത്തിട്ട് അദ്ദേഹം തന്നെ എടുത്തിട്ട് പൊക്കിയിട്ട് ചുംബിപ്പിക്കുന്നത് കാണാം. അത്രയും ഒന്ന് ക്ഷമ കാണിച്ചാൽ കിട്ടും. പക്ഷേ വലിയ കടന്നുകയറ്റം വലിയ വല്യമാരൊക്കെ വരുന്നത് നമ്മൾ തൽക്കാലം ഓലടയിൽ നടക്കൂല വിചാരിച്ചിട്ട് നമ്മളൊന്ന് മാറിയും. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്നത് സംഭവം ഒന്നും സംഭവിക്കില്ല. എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴും അതിന് ശ്രമിക്കുകയല്ല. എപ്പോഴെങ്കിലും ഒക്കെ ആളൊഴിഞ്ഞ സമയം, അങ്ങനെ ഒരു സമയം ഇപ്പൊ കഅബാലയത്തിന്റെ മുറ്റത്ത് കിട്ടൂല. എന്നാലും
പഴയ കാലത്തൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയാൽ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും അങ്ങനെ ഒരു നെയ്യത്ത് വെച്ചവർക്ക് ഇപ്പോഴും അത് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് നിർത്താൻ കഴിയാതെ പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ഭാഗ്യം. കാരണം മത്താഫിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്. മഹാന്മാരൊക്കെ നടന്ന സ്ഥലമാണ്. പക്ഷേ ആ മത്താഫിൽ മാർബിളുകൾ വന്നിട്ടുണ്ട്. ആ മത്താഫിൽ ഗ്രാനൈറ്റുകളും മാർബിളുകളും ഒക്കെ വന്നു കഴിഞ്ഞു. എന്തേ കാരണം? അത് പരിഷ്കരിച്ചു. അപ്പൊ അവര് നടന്ന അതേ മണ്ണിലൂടെ അല്ല, മണ്ണിലൂടെ തന്നെയാണ് മുകളിലൂടെ നടക്കുന്ന മറയുണ്ട്. സഫാ മറവയിൽ മഹാന്മാര് നടന്നിടത്ത് നമ്മൾ നടക്കുന്നു. പക്ഷേ അതും ഇപ്പറഞ്ഞതുപോലെ മറ വീണിട്ടും അതിന്റെ മുകളിലൂടെയാണ്. പക്ഷേ ഹജറുൽ അസ്വദിന് മറ വീണിട്ടില്ല. അന്ന് ഹബീബായ റസൂലുള്ളാഹി ഹജറുൽ അസ്വദ് ഏതാണോ അതിനാണ് നമുക്ക് മുത്താൻ ഭാഗ്യം കിട്ടുന്നത്. ആ ഹജറുൽ അസ്വദ് തന്നെയാണ് നമുക്ക് മുത്താൻ ഭാഗ്യം കിട്ടുന്നത്. അതിന് മറയില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പോകുമ്പോൾ നമുക്കതിനൊക്കെ ശ്രമിക്കാവുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹജറുൽ അസ്വദ് പോരുന്നവർക്ക് ഒരു ക്ലാസിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ നമ്മൾ 2-3 ആഴ്ചയായിട്ട് പറഞ്ഞില്ലേ, ഈ ബഹുമാനാണ് തലയിൽ കയറി കിട്ടേണ്ടത്. നബി തങ്ങൾ പറഞ്ഞത് വെളുത്ത കല്ലായിരുന്നു. പിന്നെ മനുഷ്യന്മാരുടെ പാപം വലിച്ചെടുത്ത് ഈ കല്ല് കറുത്തുപോയതാണ്. ഇമാം തുർമുദി കൊട്ടിയുന്ന ഹദീസാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു കൊട്ടിയുന്ന ഹദീസാണ്. ഇനി മാഉ സംസം വെള്ളം അവിടുത്തെ മറ്റൊരായത്താണ്. അല്ലേ? അവിടുന്ന് ഇങ്ങനെ നോക്കി എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ? കടൽ വെള്ളം സ്വീകരിച്ചല്ലേ അവിടെ വെള്ളം ഉപയോഗിക്കുന്നത്. ചുറ്റുപാടും മൊട്ടക്കുന്നല്ലേ. ഈ മൊട്ടക്കുന്നുകൾക്കിടയില്, ഈ പാറക്കൂട്ടങ്ങൾക്കിടയില് എവിടെന്നാ വെള്ളം കിട്ടുക? അവിടെയാണ് എത്ര വറ്റിക്കാൻ ശ്രമിച്ചാലും വറ്റാത്ത ഈ കിണർ രൂപപ്പെട്ടത് അവിടെയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പൊന്നുമോൻ സബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാമിനെയും തന്റെ ഉമ്മ ഹാജറിനെയും അവിടെ കൊണ്ടുവിട്ട് മടങ്ങിപ്പോരുന്ന സമയം ഹാജർ ബീവി തന്റെ ഖമീസിൽ പിടിച്ചു. ഹാജർ ബീവി ഭർത്താവിന്റെ ഖമീസിൽ പിടിച്ചു, നിളങ്കുപ്പായത്തിൽ പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാ? ഇവിടെ എന്നെ ഈ ചെറിയ പൈതലിനെ വിട്ടിട്ട് ഒരല്പം കാരക്ക മാത്രം മുന്നിൽ വെച്ച് തന്ന് എവിടേക്കാ നിങ്ങൾ ഈ പോകുന്നത്? എന്താണ് ഇവിടെ എടുത്ത് തിന്നാൻ പറ്റുക? എവിടെയും ഒരു വൃത്തില്ല, ഒരു പുല്ലില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്താ എന്താ ഇവിടെ? അപ്പൊ പറഞ്ഞു, എന്നോട് ഇങ്ങനെയാ കൽപ്പിച്ചത്. ഇബ്രാഹിം നബിയുടെ മറുപടി, എന്നോട് ഇങ്ങനെയാ കൽപ്പിച്ചത്, നിന്നെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്നിടണം. ആകെ പരീക്ഷണമായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം. അപ്പോൾ ഹാജർ ബീവി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കൽപ്പിച്ചു എന്ന് വിചാരിച്ചതും ചെയ്യാണോ എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഭാര്യമാരാണെങ്കിൽ ചോദിക്കുക. ഹാജർ ബീവി ചോദിച്ചു, എന്നെയും മകനെയും ഇവിടെ ഇട്ടേച്ച് പോകാൻ പറഞ്ഞത് അല്ലാഹു ആണോ നിങ്ങളോട്? അതെ, എങ്കിൽ പോയിക്കോളൂ, ഒരു പേടിയില്ല. അതാണ് ഈമാൻ. ആ ഈമാനോടുകൂടെ ചെയ്യുമ്പോഴാ പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ എന്നാ പഠിക്കൂല. ഉറപ്പുണ്ടെങ്കിൽ ആ അല്ലാഹു അമറക ബിഹാദാ, അതെ എന്നാ പോയിക്കോളൂ. ഈ കുട്ടി കരഞ്ഞു, മുലപ്പാല് അത് വറ്റി, ഉമ്മാക്ക് വെള്ളം കുടിക്കാനില്ല. എന്തു ചെയ്യും? ആ ഉമ്മ കരഞ്ഞുകൊണ്ട് സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. കുഞ്ഞിന്റെ കരത്തിൽ കേൾക്കും അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇങ്ങനെ ഓടുന്നതിനിടയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഫാ മറുവന്റെ ഇടയിൽ ഓടുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കിടത്തിയ സ്ഥലത്ത്, ഇസ്മായിൽ നബി കാലിട്ടടിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വെള്ളം ഇങ്ങോട്ട് പൊട്ടുകയാണ്. എന്തൊരത്ഭുതായത്! കിണർ കുഴിച്ചിട്ടില്ല, കാലിട്ടടിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങ് പൊങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഹാജർ ബീവി ഓടി വന്നു. അല്ലാഹ്, എന്തൊരത്ഭുതം! വെള്ളം, ആ വെള്ളം കോരി കുടിക്കുന്നു, കുഞ്ഞിന് കൊടുക്കുന്നു. വെള്ളം കളം കെട്ടി വരുന്നു, നിർത്തിയിട്ടാവുന്നില്ല, ഒഴുകിപ്പോവുകയാണ്. വെള്ളം അല്ലാതെ ഒഴുകുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മഹദി അവിടെ വെച്ച് പറയുകയാണ്, വെള്ളമേ അടങ്ങണം, വെള്ളമേ അടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വെള്ളം അടങ്ങി. അല്ലെങ്കിൽ ആ ഒഴുക്ക് നിൽക്കൂലായിരുന്നു, പ്രവഹിക്കുമായിരുന്നു. അവിടെ നിർത്തി, തൽക്കാലം നിർത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കിണറൊക്കെ പണ്ട് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അത് കിണറായി കുഴിച്ചെടുത്തൊക്കെ പണ്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോ അതിനൊന്നും പറ്റൂല.
കാരണം താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. സാധാരണക്കാരായ നമുക്കൊന്നും സാധിക്കില്ല. എന്നാലും ആ സംസം കിണർ ഉള്ള സ്ഥലത്ത് അവിടെ എത്താവുന്നതാണ്, ദുആ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഇപ്പോഴും ചെയ്യാൻ കഴിയും. സംസം കിണർ, അതിലെ വെള്ളം വലിയ ആയത്താണ്. വറ്റാത്ത വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹ്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത് ലക്ഷ്യത്തിലാണോ വെള്ളം കുടിക്കുന്നത്, വെള്ളം മാഉ സംസം കുടിക്കുന്നത്, അതാണ്. ക്യാൻസർ സുഖപ്പെട്ടവരുണ്ട്, മറ്റു രോഗങ്ങൾ സുഖപ്പെട്ടവരുണ്ട്, നിയ്യത്താണത്. എന്തുദ്ദേശം വെച്ച് കുടിച്ചാലും അത് നടക്കും. ഇൻ ശരിബതഹു തുരീദു ശിഫാഅൻ, ഒരു രോഗം സുഖപ്പെടണമെന്ന നിയ്യത്തിലാണ് നീ സംസം കുടിച്ചതെങ്കിൽ അല്ലാഹു നിന്നെ സുഖപ്പെടുത്തും. വഇൻ ശരിബതഹു ലിളമഇൻ, ദാഹം തീരണമെന്ന ഉദ്ദേശത്തിലാണോ നീ സംസം കുടിച്ചത്, അല്ലാഹു നിന്റെ ദാഹം തീർത്തു തരും. വഇൻ ശരിബതഹു ലിജൂഇൻ, പട്ടിണി അകറ്റാനാണ്, വിശപ്പ് തീർക്കാനാണ് നീ വെള്ളം കുടിച്ചതെങ്കിൽ അല്ലാഹു നിന്റെ വയറ് നിറച്ചു തരും. എന്ത് ലക്ഷ്യാണോ ഉള്ളത് അത് നടക്കും. കാരണം ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്നാണ് അത് പൊട്ടിയിരിക്കുന്നത്. ജാഹിലിയ്യ കാലത്തുള്ള ആളുകള് കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യുസമ്മൂന സംസം, അവർ സംസമിന് പറഞ്ഞിരുന്ന ഒരു പേരുണ്ട് ജാഹിലിയ്യ കാലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, സംസമിന്റെ പശ്ചാത്തലമൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലത്ത് സംസമിന് പറഞ്ഞിരുന്ന ഒരു പേരുണ്ട് ശിബ്അ എന്നായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന പേര്. ശിബ്അ, വയറു നിറയുന്ന വെള്ളം. അത് സംസമിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് വെള്ളം മാത്രമല്ല, ഭക്ഷണവും കൂടെയാണ്. ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന നേട്ടം. എത്ര ആളുകളുണ്ട് ഈ റമദാനിലൊക്കെ ഉംറക്ക് പോയിട്ട് വെറും സംസം വെള്ളം കുടിച്ചു കൂടുന്നു, വേറൊരു ഭക്ഷണം വേണ്ട, ഇറങ്ങാനാവില്ല. സംസം ഇഷ്ടം പോലെ അത് വയറു നിറക്കുന്ന ഭക്ഷണത്തിന്റെയും കൂടെ. വെറും വെള്ളം വെള്ളത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഭക്ഷണത്തിന്റെ സ്ഥാനത്തും കൂടെയാണ് സംസം വെള്ളം. അത് മാത്രം കുടിച്ചിട്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. പല ഘട്ടങ്ങളിലും പോയി നോക്കിയാൽ റമദാൻ സീസണിലൊക്കെ രാത്രി സമയങ്ങളിൽ നോമ്പില്ലാത്ത സമയത്ത് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇബാദത്ത് ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടുന്നവരെ കാണാൻ പറ്റും. കാരണം അത് വലിയൊരു ശക്തിയാണ്. ഇപ്പോഴും ഉണ്ട്, അല്ലാത്ത സമയങ്ങളിലും കാണാറുണ്ട്. മറ്റു വിദേശികളായ ആളുകളാണ് അതിലൊക്കെ കൂടുതലും ഉണ്ടാവാറ്. വലിയ മുതലാളികളാണ്. പരിശുദ്ധ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് ദിക്റും സ്വലാത്തും ദുആഉം നിർവഹിക്കാൻ, തവാഫ് ചെയ്യാൻ, അവിടെ നിസ്കരിക്കാൻ, ഇതിനൊക്കെയായിട്ട് ദിവസങ്ങളോളം ബിസിനസ്സുകളും ഏർപ്പാടുകളും ഒക്കെ നിർത്തിവെച്ച് അവിടെ വന്ന് കൂടുന്നവരെ ധാരാളം നമുക്ക് കാണാം. ഒരിക്കൽ ഒരു യമനി പണ്ഡിതനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. ഒരൊറ്റ ആഴ്ച ബിസിനസ്സിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാവുന്നത് വലിയ നഷ്ടമാണ്. പക്ഷെ അദ്ദേഹം എല്ലാ 3 മാസം കൂടുമ്പോഴും ഇങ്ങനെ വന്നിട്ട് ഒരു 10 ദിവസം അവിടെ താമസിക്കും. ഇഷ്ടംപോലെ പൈസയുണ്ട്, അല്ലാഹു കൊടുത്ത ബർക്കത്താണ്. അതൊരു പ്രയാസമല്ല. അവിടെ തന്നെ തൊട്ടടുത്ത ബിൽഡിംഗിൽ താമസിക്കും. അതൊക്കെ ഇങ്ങനെ ഒരു നിയമത്തെ അല്ലാഹു കൊടുത്തതുകൊണ്ടാണ്. പൈസ വിഷയമല്ല. വന്നിട്ട് അവിടെ താമസിച്ചിട്ട് 5 നേരവും ഹറമിൽ ഇറങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന വിധത്തില് നിസ്കരിച്ച് അൽഹംദുലില്ലാഹ് എല്ലാം നടത്താൻ കഴിയും. ഇത് പലപ്പോഴും ഞാൻ പറയാണ്, നമ്മുടെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടൊക്കെ പ്രത്യേകിച്ചും പറയുന്നു, പരമാവധി മുതലാക്കുക. ഞാനൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒറ്റക്കൊന്ന് പോകാൻ, അതിനൊരു അവസരം കിട്ടണമെന്ന്. പക്ഷെ അത് പലപ്പോഴും കിട്ടാറില്ല. കാരണം ഈ എല്ലാരും കൂടെ തൊളിച്ചു പോണ പോക്കില് അപ്പൊ പോയവർക്കറിയാം അമീറിന്റെ സുഖം എത്ര കണ്ടുണ്ടാവും, അമീറിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ ഞമ്മക്ക് ഇതിന്റെയൊക്കെ ബാക്കി സമയത്ത് ചെയ്യാൻ പറ്റുന്നതേ കിട്ടുള്ളൂ. ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വിളി വരില്ല. അതെ, ഞാൻ ഇവിടെയാണ്, ഇന്ന ഭാഗത്തുണ്ട്. അയാളൊരു ബിൽഡിങ്ങിന്റെ പേര് പറയും. ഇയാൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ലേ, തൊട്ടടുത്ത ആളെ കൊടുത്തു. ഞാൻ ഇപ്പോഴും ആലോചിച്ചൊരിക്കല് ദുഹറിന് നിസ്കരിക്കാൻ പോയ ഒരാളെ കൊണ്ടുവന്നത് 5 കിലോമീറ്റർ നടന്നിട്ട് 5 കിലോമീറ്റർ വന്നത് വഴിതെറ്റിപ്പോയതാണ്. അയാളെ കൊണ്ടുവന്നു. പിന്നെ അസർക്ക് ഇയാൾ പോയിട്ടുണ്ട് വേറെ വെഹിക്കിൾ ഇങ്ങോട്ടുണ്ട് വിളിക്കുന്നത്, അതെ ഒന്നും കൂടെ വരണം. ദുഹറിന് കൊണ്ടുവന്നാക്കി പോയിട്ടുള്ളൂ. പിന്നെ അസറിന് വീണ്ടും. ഇതിലൊന്നും നമുക്ക് കലി കയറാൻ പറ്റൂല. അതാണ് അതിന്റെ. അവിടുന്ന് ഒന്നും പറയാൻ വയ്യ. എല്ലാം അങ്ങനെ പറ്റി. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്
എല്ലാം സ്വസ്ഥമായി ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടും. ഇടയ്ക്കിടെ നമുക്ക് പോകാനും കഴിയില്ലെങ്കിൽ എന്തായാലും പോകുന്ന സമയത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നും കൂടെ വരുന്ന ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്നുകൊണ്ട് അവരോടും കൂടെ ആയിട്ട് പറയാണ്. വരുന്നവരോടൊരു കാര്യം, നമ്മുടെ ക്ലാസ് നേരത്തെ പറഞ്ഞിരുന്നത് മർക്കസ് കോംപ്ലക്സിൽ വെച്ച് ചൊവ്വാഴ്ച 9:30 പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്റെ ഒപ്പം വരുന്ന ആളുകളോട് പലരോടും പറയാൻ ബാക്കിയാണ്, പറയാന്ന് കരുതിയിരുന്നതാണ്. ഇന്ന് ഉച്ചന്റെ ശേഷം വിളിക്കാന്ന് കരുതിയത്. പക്ഷെ അതിലൊരു ചെറിയ മാറ്റമുണ്ട്. ഈ ഭാഗത്തുള്ളവരെ അങ്ങോട്ട് നടത്തണ്ടെന്ന് കരുതിയിട്ട് അവര് പുളിക്കൽ പള്ളിയുടെ അടുത്തേക്ക് എത്താൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് അവർ സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 19 ആളുകൾ ഈ ഭാഗത്തു നിന്നാണുള്ളത്. അവർക്കുള്ള ക്ലാസ് ഇവിടെ നിന്നാണ് നടക്കുക. അത് ചൊവ്വാഴ്ചയാണ് കോഴിക്കോടത്തെ ക്ലാസ് നടത്തും. ബുധനാഴ്ച 10 മണിക്ക് പുളിക്കൽ നമ്മുടെ പള്ളിയിലേക്ക്, പുളിക്കൽ പള്ളി സുന്നി പള്ളിയിലേക്ക്, നമ്മുടെ പള്ളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പുളിക്കൽ പള്ളിയിലേക്ക് എല്ലാവരും എത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബുധനാഴ്ച 10 മണിക്ക്. ഈ ഭാഗത്തുള്ള ആളുകൾ നിങ്ങൾക്ക് വിളി വരും. SYS ഓഫീസിൽ നിന്നോ ഞാനോ വിളിക്കും. അതായത് എന്റെ അടുത്ത് നമ്പറുള്ള ആളുകൾക്ക് ഞാനാ വിളിക്കുക, അല്ലാത്തവർക്ക് SYS ഓഫീസിൽ നിന്ന് വിളി വരും. ഏതായാലും എല്ലാവരും ആ സമയത്ത് അവിടെ എത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ക്ലാസ് അവിടെ നിന്നാണ് നടക്കുന്നത്. നിങ്ങളെ സമയത്ത് ഒരു പ്രത്യേക ക്ലാസ് ഇല്ലാന്ന് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. എന്നാലും ബാഗ്, അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ നിങ്ങൾ വരണം. ഇല്ല, അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവൂല. കാരണം ഉലമാ സമ്മേളനമായതുകൊണ്ട്. കാരണം ഞാനില്ലെങ്കിലും അബ്ദുൽ ബാരിയാണ് വരാറുള്ളത്, എന്റെ ശിഷ്യൻ. അദ്ദേഹത്തിനും വരാൻ കഴിയില്ല, കാരണം അദ്ദേഹം ക്യാമ്പിൽ അങ്ങാണ്. അപ്പൊ അടുത്ത ആഴ്ച ഉണ്ടാവില്ല. പിന്നത്തെ ആഴ്ച അദ്ദേഹം വരും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ചത്തേക്ക് ഞാൻ എത്തിച്ചു. ഒരാഴ്ച ശരിക്കും ലീവ് ആവുള്ളൂ. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്ന് എല്ലാവരെയും അറിയിക്കാം. അതൊന്നുമില്ലല്ലോ, അതെത്തിയില്ലല്ലോ അല്ലേ?